വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ബിഹൈൻഡ് സെൻസേഷൻസ് എന്ന ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെൻസ് ഓർഗനായ ഐസിനെ പറ്റിയാണ്. മുന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞു അല്ലേ, ചില ഓർഗനുകൾക്ക് ചില പ്രത്യേക സെൻസുകൾ എടുക്കാനുള്ള കഴിവുണ്ട്. ആ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിലാദ്യത്തെ ഓർഗനായ ഐസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, പുറത്തുള്ള വിഷൻ എന്ന് പറയുന്ന ഒരു സെൻസേഷൻ അല്ലെ, കാഴ്ച എന്ന് പറയുന്ന ഒരു സെൻസേഷൻ നമുക്ക് തരുന്നത് ആരാണ്? നമ്മുടെ കണ്ണുകളാണ്. മനുഷ്യന് രണ്ട് കണ്ണുകളുണ്ട്. അത് നമ്മുടെ മുഖത്ത് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ചില കിളികൾക്കൊക്കെ ആണെങ്കിൽ ഈ വശങ്ങളിലായിട്ടൊക്കെ ഉണ്ട് അല്ലെ, കാക്കയ്ക്കൊക്കെ. എന്നാൽ നമുക്കാണെങ്കിലും എന്താണ്, ആ ഫ്രണ്ടിൽ രണ്ട് കണ്ണുകളാണുള്ളത്. അത് രണ്ടും കൂടി ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ കാണുന്ന ഒരു മനസ്സിലാക്കുന്ന ഒരു ബൈനോക്കുലാർ വിഷൻ നമുക്ക് കിട്ടുന്നത് അല്ലേ. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരത്തിലാണ് നമ്മുടെ മുഖത്ത് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് രണ്ട് കണ്ണുകളിലൂടെ ഒരുമിച്ച് കാണുന്നുണ്ടാണ് കിട്ടുന്നത്. കാരണം അതിനൊരു എക്സാമ്പിൾ അറിയാമല്ലോ, നമ്മൾ ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു പേന എടുത്തിട്ട് തുറന്നിട്ട് അതിൻ്റെ ക്യാപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ 90% നമുക്കത് എന്ത് ചെയ്യും? തെറ്റും. ഞാൻ കുറച്ച് കഴിവ് കൂടിയ ആളായതുകൊണ്ട് എന്ത് പറ്റി? എനിക്ക് പറ്റിയതാ, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? മിസ്സായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ഈ ലോകവുമായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസേഷൻ എന്ന് പറയുന്ന കാഴ്ചയാണ് അല്ലെ. ആ കാഴ്ച നമുക്ക് തരുന്ന ആരാണ്? നമ്മുടെ കണ്ണുകളാണ്. അപ്പോൾ കണ്ണുകൾ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, നമ്മുടെ തലയോട്ടി ഉണ്ടല്ലോ. നിങ്ങൾ ഈ സ്കള്ള് കണ്ടിട്ടുണ്ടാവുമല്ലോ, തലയോട്ടി മാത്രമായിട്ട് അസ്ഥികൂടം. അതിൻ്റെ ഈ മുഖഭാഗത്തായിട്ട് രണ്ട് ഓട്ടകളുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ ഐ സോക്കറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ മുഖത്തുള്ള ഐ സോക്കറ്റിലാണ് നമ്മുടെ കണ്ണുകൾ ഇരിക്കുന്നത്. എവിടെയാണ്? ഐ സോക്കറ്റ്. അപ്പോൾ ഐ സോക്കറ്റിനകത്തുള്ള കണ്ണുകൾ ഇങ്ങനെ ബോൾ പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ചിലർ മീനൊക്കെ കഴിക്കുമ്പോഴത്തേക്കും മീനിൻ്റെ കണ്ണൊക്കെ എടുത്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആ കണ്ണ് നോക്കിയാൽ മതി, ഉരുണ്ട ഒരു ബോൾ പോലെ ഇരിക്കും. നമ്മുടെ കണ്ണും അതിൻ്റെ ഒരു വലിയ ഫോമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ബോൾ പോലെയുള്ള കണ്ണുകൾ ഇങ്ങനെ ഈ പറയുന്ന ഈ സോക്കറ്റിനകത്ത് ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അത് അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് തിരിയും, മുകളിലോട്ട് നോക്കുമ്പോൾ മുകളിലോട്ട് തിരിയും, താഴോട്ട് നോക്കുമ്പോൾ താഴോട്ട് തിരിയും. ഇങ്ങനെ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നില്ലേ? അപ്പോൾ ആ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഈ കണ്ണിനെ പിടിച്ചു വെച്ച് കൃത്യമായിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഐ മസിലുകളാണ്. അതാണ് നമ്മുടെ ഐ മസിലുകളാണ്. കണ്ടോ, ഈ പറയുന്ന ഐ ബോളിൽ ഇങ്ങനെ കൃത്യമായിട്ട് പിടിച്ചിരിക്കുന്ന മസിലുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐ മസിൽ എന്ന് വിളിക്കുന്നത്. ഓരോരുത്തർക്കും അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന സ്ക്വിൻ്റ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റി നമ്മൾ കോടക്കണ്ണ്, കോങ്കണ്ണ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ. ചിലർക്കൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അസുഖം വരാൻ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഐ മസിലിൻ്റെ കോർഡിനേഷനിലുണ്ടാകുന്ന പിഴവാണ്. പല കാരണങ്ങൾ കൊണ്ട് അതുണ്ടാക്കാം, എങ്കിലും പലപ്പോഴും അതുണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കണ്ണിൻ്റെ മൂവ്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ഐ മസിലാണ്. ഇനി കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് മറ്റു കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒന്ന് കൺപീലി അല്ല, നമ്മളെ കൺപോളാന്ന് പറയുന്ന ഐലിഡ് അല്ലേ, ഈ കാണുന്ന സാധനം ഐലിഡ്. എന്തായാലും ഐലിഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ അല്ലേ? ഒന്ന് കണ്ണിനെ ഓപ്പൺ ആക്കുക, ക്ലോസ് ആക്കുക അല്ലെ, ലൈറ്റിൻ്റെ എൻട്രിയെ തടയുക, പിന്നെ എന്തായിരിക്കും? പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഒക്കെ ആരുടെ ജോലിയാണ്? ഐലിഡിൻ്റെ ജോലിയാണ്. ഐലിഡിൻ്റെ തുമ്പിലായിട്ട് ഇങ്ങനെ കൺപീലികളുണ്ടാവും അല്ലേ, നമ്മൾ ഐ ലാഷസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഐ ലാഷസ്. എന്തിനാണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ കണ്ണിലോട്ട് അല്ലെങ്കിൽ ഡീബ്രീസ് നമ്മുടെ കണ്ണിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കൃഷ്ണമണികളുള്ള അല്ലെ, മുകളിൽ നിന്നൊക്കെ ഉള്ള പൊടിയും കാര്യങ്ങളൊന്നും നമ്മുടെ കണ്ണിനകത്തേക്ക് വീഴാതെ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇനി അതുപോലെ ഇവിടെ കാണുന്ന മറ്റൊന്നാണ് നമ്മുടെ ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ കൺപോളയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ഇത് കാണുന്നത്. കണ്ണീര് ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഈ ലാക്രിമൽ ഗ്ലാൻഡാണ്. കാരണം കണ്ണീരെന്ന് പറയുന്നത് സങ്കടം വരുമ്പോൾ നമുക്കത് ഇഷ്ടമല്ലെങ്കിലും കണ്ണീരിന് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഒരു ജോലിയും കൂടെ ഉണ്ട്. അതായത് ഈ കണ്ണിനകത്ത് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കണ്ണിന് എപ്പോഴും ഒരു ഈർപ്പം കൊടുക്കുന്നത്. ഒരു ലൂബ്രിക്കൻ്റ് പോലെ ഒരു ഈർപ്പം കൊടുത്ത് അതിൻ്റെ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന ലാക്രിമൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ടീയേഴ്സ് അല്ലെങ്കിൽ കണ്ണീരാണ്. മാത്രമല്ല ഇതിനകത്ത് ലൈസോസോം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻസൈമാണ്. നമ്മുടെ അണുക്കളിൽ നിന്നൊക്കെ നമ്മുടെ കണ്ണിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ കണ്ണിൽ പ്രധാനമായിട്ടും അതിൻ്റെ ആദ്യത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഐ? എന്താണ് ഐയുടെ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഐ ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ ദ ഐ സോക്കറ്റ്. ഐ ഇരിക്കുന്ന എവിടെയാണ്? ഐ സോക്കറ്റുകൾക്കകത്താണ്. എവിടെയാണ്? തലയോട്ടിക്കകത്താണ്. പ്രൊട്ടക്ഷനും സ്ട്രക്ചറൽ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഐ സോക്കറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതിനെ അവിടെ പിടിച്ചു വെച്ചേക്കുന്ന ആരാണ്? ഐ മസിൽസ് ആണ്. അതാണ് നമ്മുടെ പ്രിസൈസ് മൂവ്മെൻറ്റ്, പല ദിശയിലോട്ട് കണ്ണിനെ പ്രിസൈസായിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്ന ആരാണ്? ഈ പറയുന്ന കണ്ണിലെ മസിലുകളാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഐബോൾ. കണ്ണിൻ്റെ ഐബോളിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത്. അലോവിങ് ഇറ്റ് ടു ലുക്ക് ഇൻ വേരിയസ് ഡയറക്ഷൻസ്, പല ദിശയിൽ നോക്കാൻ സഹായിക്കുന്നത്. അതുപോലെ ഈ നമ്മുടെ കോർഡിനേറ്റ് ചെയ്ത് സ്മൂത്തായിട്ട് മൂവ് ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ കൃത്യം ചെയ്യാൻ പറ്റുള്ളൂ.
ദൂരം ജഡ്ജ് ചെയ്യുന്ന ആയിക്കോട്ടെ, പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ അത് പ്രതികരിക്കുന്ന അതിനൊക്കെ ഈ ഐ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് വരുന്ന ഭാഗങ്ങളാണ് എന്തൊക്കെ? ഐ ലാഷ്, ഐ ലിഡ്, ഐ ലാഷ്, ലാക്രിമൽ ഗ്ലാൻഡ്. കണ്ടോ, ഫങ്ഷൻസ് ഓഫ് ദ ഐ മസിൽസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് മൊത്തം ഞാൻ വിശദീകരിച്ച് പോകുന്നുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സുകൾ പല കുട്ടികൾ അതുകൂടി പറയണേ സാറേ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, ഓൾറെഡി അതൊക്കെ നോട്ടിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങളെ ഹെഡിങ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഐ ലിഡ്, ഐ ലാഷസ് എക്സെട്ര. നോക്കണം, ഐ ലിഡ് എന്തിനാണ്? കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ഐ ഫ്രം ഫിസിക്കൽ ഹാം, ലൈറ്റ് ആൻഡ് പാർട്ടിക്കിൾസ്. ഐ ലാഷസ് എന്ത് ചെയ്യും? ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ഡസ്റ്റ്, ഡീബ്രീസ് ആൻഡ് സ്മോൾ പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ് ദ ഐ, ഓഫറിങ് എൻ എക്സ്റ്റീരിയർ ബാരിയർ ഓഫ് പ്രൊട്ടക്ഷൻ. അല്ലേ, എക്സ്ട്രാ ബാരിയർ ഓഫ് പ്രൊട്ടക്ഷൻ, എക്സ്റ്റീരിയറിലെ എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ് ജോലി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ലാക്രിമൽ ഗ്ലാൻഡ്. എവിടെയാണ്? അപ്പർ റീജിയൻ ഓഫ് ദ നമ്മുടെ ഐ ലിഡിലാണ് ഇത് കാണപ്പെടുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കണ്ണീര് അഥവാ ടീയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? സർഫസിനെ മോയിസ്റ്റ് ആക്കി വെക്കുക, അതുപോലെ തന്നെ വേസ്റ്റിനെ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഇമ്പോർട്ടൻസ് ഓഫ് കൺജങ്ക്റ്റൈവ ആൻഡ് ടീയേഴ്സ്. അപ്പോൾ എന്താണ് ഈ കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണ് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കും. ഈ കണ്ണിൻ്റെ ഇവിടെയാണ് ഐലിഡ് ഉള്ളത്. അപ്പോൾ ഐലിഡിൻ്റെ അകത്ത ഭാഗം, ഓക്കെ, എവിടെയാണ്? ഐലിഡ്സ് ഉണ്ടല്ലോ, ഈ ഐലിഡ്സിൻ്റെ അകത്ത ഭാഗവും അതുപോലെ തന്നെ ഈ ഇത്രയും ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിരിക്കുന്ന ഒരു ലെയറാണ് എന്തെന്ന് പറയുന്നത്? കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഈ നടുക്കത്തെ ഭാഗത്ത് അത് ഉണ്ടാവത്തില്ല, മനസ്സിലാക്കുക. നമ്മുടെ കോർണിയയുടെ മുന്നിലായിട്ട് അത് കാണത്തില്ല. അപ്പോൾ എവിടെയാണ് ഈ കൺജങ്ക്റ്റൈവ കാണുന്നത്? ഇറ്റ് ഇസ് എ മെമ്പറൈൻ ദാറ്റ് കവർ ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐ, കണ്ണിൻ്റെ പുറം വശം, ഇൻക്ലൂഡിങ് ദ ഐലിഡ്, അല്ലെ, ഐലിഡ് എക്സെപ്റ്റ് ദ കോർണിയ. ഇതാണ് കൺപോള എന്ന് പറയുന്നത്. ആ കൺപോളയിൽ അകത്തും അതുപോലെ തന്നെ കണ്ണിന് പുറത്തുമായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ചെങ്കണ്ണെന്ന് പറയുന്ന അസുഖം വരുന്നത് ഈ കൺജങ്ക്റ്റൈവയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണമാണ്. ഇറ്റ് ഫംഗ്ഷൻ ഈസ് ടു പ്രൊട്ടക്റ്റ് ദ ഐ, അല്ലെ, എന്താണ്? കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ മോയിസ്റ്റ്, ഇപ്പം അതുപോലെ ലൂബ്രിക്കേറ്റ് ചെയ്യുക, ഡസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുക, ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യുക. എന്താണ് കൺജങ്ക്റ്റൈവയുടെ തൊഴിൽ എന്ന് പറയുന്നത്. പക്ഷേ എവിടെ ഇല്ല? കോർണിയയുടെ ഭാഗത്ത് കൺജങ്ക്റ്റൈവ ഇല്ല. ഇതാണ് കോർണിയ, നമ്മളിപ്പോൾ പഠിക്കും അത്. ഓക്കെ, ലാക്രിമൽ ഗ്ലാൻഡ് നമ്മളിപ്പോൾ പറഞ്ഞു എന്തായിരിക്കും? ടിയേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലാക്രിമൽ ഗ്ലാൻഡ്. കണ്ണീര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്തിനാണ്? ഓക്കെ, ദ ഗ്ലാൻഡ് ആർ പ്രസൻറ്റ് ഇൻ ദ ഐലിഡിൻ്റെ മുകളിലാണ് അത് കാണപ്പെടുന്നത്. ടിയേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ കണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും, എന്താണ്, വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ലൈസോസൈം എന്ന് പറയുന്നത്, ഞാൻ ലൈസോസോം എന്ന് നേരത്തെ പറഞ്ഞാൽ ലൈസോസൈം ആണ്, ഉച്ചാരണം മാറിപ്പോയതാണ്. ഓക്കെ, ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്, അതാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. തെറ്റാണ്? ഓക്കെ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ ഈ പോയിന്റുകൾ എഴുതിയാൽ മതിയായിരിക്കും. ഇറ്റ് ഇസ് എ മെമ്പറൈൻ കവറിങ് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ഐ ആൻഡ് ദ ഇൻസൈഡ് ദ ഐലിഡ്സ് എക്സെപ്റ്റ് ദ കോർണിയ. ഫിസിക്കൽ ബാരിയറായിട്ട് ആക്ട് ചെയ്യും. എവിടെയാണ്? നമ്മുടെ കണ്ണിനെ ഈർപ്പം നിലനിർത്താനും ലൂബ്രിക്കേറ്റ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. കൺജങ്ക്റ്റൈവയുടെ കാര്യമാണ് പറയുന്നത്. ലാക്രിമൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം കണ്ണീരാണ്. കണ്ണീരല്ലേ, കണ്ണീര് സങ്കടം വരുമ്പോഴും വരും, അല്ലാതെ കണ്ണിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ണീര് വരും. അല്ലേ, എക്സാക്ട് എഴുതിയിരിക്കുകയാണ്. മാർക്കൊക്കെ വന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ, അടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? കുറച്ച് കണ്ണീരൊക്കെ വരും. അപ്പോൾ ആലോചിച്ചോളാം, ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ണീര്? ലാക്രിമൽ ഗ്ലാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈർപ്പം നിലനിർത്തുക, ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുക, വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുക. ലൈസോസൈമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എൻസൈം എന്ന് പറയുന്നത് ജെംസിൽ നിന്ന്. സംഭവം സെറ്റ്. കണ്ണിൻ്റെ ആദ്യ ഭാഗം നമുക്ക് സെറ്റായി. ഓക്കെ അല്ലേ? അപ്പോൾ കണ്ണെവിടെ കാണുന്നു? ഐ സോക്കറ്റ് കാണും. ഐ സോക്കറ്റ് ഇരിക്കുന്ന ഐബോളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആരാ? അത് ഐ മസിലാണ്. ഈ ഐ മസിലിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? സ്ക്വിൻ്റ് എന്നും പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. പഠിക്കേണ്ട, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഐലിഡ് ഉണ്ട്, ഐ ലാഷസ് ഉണ്ട്, ലാക്രിമൽ ഗ്ലാൻഡ് ഉണ്ട്, കൺജങ്ക്റ്റൈവ ഉണ്ട്. അപ്പോൾ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ ആരൊക്കെയുണ്ട്? ഐലിഡ് ഉണ്ട്, പിന്നെ ആരുണ്ട്? ഐലിഡ് ഉണ്ട്, ഐ ലാഷസ് ഉണ്ട്, ലാക്രിമൽ ഗ്ലാൻഡ് ഉണ്ട്, കൺജങ്ക്റ്റൈവ ഉണ്ട്. പ്രധാനപ്പെട്ട ജോലി ഐലിഡിൻ്റെത് അറിയാമല്ലോ, പ്രൊട്ടക്ഷൻ, ഫിസിക്കൽ ഒരു പ്രൊട്ടക്ഷൻ നടത്തുക, കണ്ണ് തുറക്കാനും അടയ്ക്കാൻ സഹായിക്കുക. ഡസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഐ ലാഷസ് ഉണ്ട്, ലാക്രിമൽ ഗ്ലാൻഡ് കണ്ണീര് ഉൽപ്പാദിപ്പിക്കും, കൺജങ്ക്റ്റൈവ ഒരു ഫിസിക്കൽ ബാരിയറായിട്ട് ആക്ട് ചെയ്യും, പക്ഷേ കോർണിയയുടെ മുന്നിൽ അത് കാണത്തില്ല. ഇതാണ് ജോലി, ഇതാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് കണ്ണിലോട്ട് പോകാമോ? കണ്ണിലേക്ക് പോകാമോ? കണ്ണ് നമുക്കൊന്ന് വരച്ച് പഠിച്ചാലോ? എന്താ നമ്മുടെ കണ്ണ്, എങ്ങനെയാണ് നമ്മളെ കണ്ണിരിക്കുന്നതെന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കണ്ണെന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ണ് വരയ്ക്കാൻ പോവുകയാണ്. എൻ്റെ പരിമിതമായ ഡ്രോയിങ് സ്കില്ലുകൾ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് കണ്ണ് വരച്ച് തരാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് കണ്ണെന്ന് പറയുന്നത്. നമ്മുടെ കണ്ണെന്ന് പറയുന്നതിനകത്ത് ആദ്യം ഇങ്ങനൊരു ലെയറുണ്ട്. ആ ലെയർ മുകളിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് തള്ളി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചേരുന്ന ഒരു ലെയറുണ്ട്. ഓക്കെ, ഏറ്റവും പുറത്ത് കാണുന്ന ഔട്ടർ ലെയർ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ക്ലീറ എന്ന് വിളിക്കുന്നത്. എന്താണ്? സ്ക്ലീറ. സ്ക്ലീറയ്ക്ക് അകത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ
മറ്റൊരു ലെയറുണ്ട്. ആ ലെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ വരെ വന്നിട്ട് നിൽക്കണം. പിന്നെ വേറെ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ പോകുന്ന ഒരു ലെയറുണ്ട്. ഇത് ഞാൻ ഡാർക്ക് നിറത്തിലാണ് വരച്ചത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തവെസലുകൾ കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ലെയറിലാണ് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോറോയിഡ് എന്ന് വിളിക്കുന്നത് കോറോയിഡ്. കോറോയിഡിൻ്റെ അടിയിലെടുത്ത ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, കുഞ്ഞൊരു ഭാഗം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് റെറ്റിന. എന്തുവാണ്? റെറ്റിന. അപ്പോൾ കണ്ണിന് പ്രധാനമായും 3 ലെയറുകളാണുള്ളത്. ഏതൊക്കെയാണ് 3 ലെയർ എന്ന് പറയുന്നത്? സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. പഠിച്ചേ, കണ്ണിന് 3 ലെയറുകളുണ്ട്. സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. ഔട്ടർ ലെയർ എന്ന് പറയുന്നത് സ്ക്ലീറ, ഇന്നർ ലെയർ എന്ന് പറയുന്നത് റെറ്റിന, നടുക്ക് വരുന്ന മിഡിൽ ലെയർ എന്ന് പറയുന്നത് കോറോയിഡ്. അപ്പോൾ സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. പറഞ്ഞേ, സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. ഏറ്റവും പുറത്ത് കാണുന്ന സ്ക്ലീറ, പിന്നെ വരുന്നത് കോറോയിഡ്, പിന്നെ വരുന്നത് റെറ്റിന. ശ്രദ്ധിക്കുക, ഈ സ്ക്ലീറ എന്ന് പറയുന്ന ഔട്ടർ ലെയർ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കോർണിയ. എന്താണ്? കോർണിയ. ഈ കോർണിയ എന്ന് പറയുന്നത് എന്താണ്? ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. ഇതെന്താണ്? ട്രാൻസ്പാരൻ്റ് ആണ്. എന്ന് വെച്ചാൽ പ്രകാശത്തിനെ കടത്തിവിടുന്നതാണ് ആര്? ഈ പറയുന്ന കോർണിയ എന്ന് പറയുന്നത്. ഈ കോർണിയയ്ക്ക് പുറത്താണ് നമ്മുടെ ഐലിഡ്സ് ഒക്കെ വന്നിരിക്കുന്നത്. എവിടെയാണ്? ഈ പറയുന്ന ഇതിന് പുറത്താണ് ഐലിഡ്സും അവിടെ നിന്നുള്ള ഐ ലാഷസും ഒക്കെ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ പറയുന്ന കൺജങ്ക്റ്റൈവ എന്ന് പറയുന്ന ഭാഗം കാണുന്നത്. ഓക്കെ ആണല്ലോ? ഉള്ളിലായിട്ടാണ് കൺജങ്ക്റ്റൈവ. പക്ഷേ കോർണിയെ കൺജങ്ക്റ്റൈവ എന്ത് ചെയ്യുന്നില്ല, കവർ ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന കോറോയിഡ് ഇവിടെ വന്നിട്ട് ഈ കോറോയിഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരും. കോറോയിഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഒരു ഡ്രോപ്പ് പോലത്തെ ഒരു സാധനവും ഉണ്ടാവും. ഇവിടെ എന്താ ഉണ്ടാവും? ഒരു ഡ്രോപ്പ് പോലെ ഇങ്ങനെ ഒരു പ്രത്യേക സ്ട്രക്ചറിലോട്ട് വരും. എന്നിട്ട് നടുക്കൊരു ഓപ്പണിങ്ങും ഉണ്ടാവും. ഈ പറയുന്ന സാധനത്തിനാണ് നമ്മൾ ഐറിസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഐറിസ് അഥവാ കൃഷ്ണമണി എന്ന് വിളിക്കുന്നത്. ഈ നടുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിങ്ങനെ വട്ടത്തിൽ ഓപ്പണിംഗ് ഒന്നുമില്ല, ഇത് വന്നിങ്ങനെ വട്ടത്തിൽ കൂടി നിൽക്കും, നടുക്കൊരു ഹോൾ ഉണ്ടാവും. ഈ ഹോളിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറിസും പ്യൂപ്പിളും. ഇപ്പുറത്തോട്ടൊരു ഭാഗം ഇങ്ങനെ മാറി നിൽപ്പുണ്ടല്ലോ, ഈ മാറി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് മസിലുകൾ ഇങ്ങനെ വരും. ആ മസിൽ ചേർന്ന് അതിൻ്റെ നടുവിലായിട്ട് ഒരു കോൺവെക്സ് ഷേപ്പിൽ ഒരു ലെൻസും ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു കോൺവെക്സ് ഷേപ്പിൽ ഒരു ലെൻസും ഉണ്ടാവും. ഈ മസിലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീലിയറി മസിൽ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സീലിയറി മസിൽ. നടുക്കുള്ള ഒരു കോൺവെക്സ് ലെൻസും ഉണ്ട്. എന്തുണ്ട്? ഒരു കോൺവെക്സ് ലെൻസും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കണ്ണിരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് വരച്ച് പഠിക്കാമല്ലോ. വരച്ച് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണ് എടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന ഒരു ലെയറുണ്ട്. അതിൻ്റെ പേരാണെന്ത്? സ്ക്ലീറ. അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കും, പിന്നെ അത് ഇങ്ങനെ ഐബോളായിട്ട് മാറും. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലെയറുണ്ട്. ഉള്ളിലായിട്ടുള്ള ലെയറിൻ്റെ പേരാണ് കോറോയിഡ്. കോറോയിഡ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇതാണ് കോറോയിഡ്. കോറോയിഡിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഇന്നർ ലെയർ ഉണ്ട്. ഈ ഇന്നർ ലെയറിൻ്റെ പേരാണ് റെറ്റിന. ഇന്നർ ലെയറിൻ്റെ പേരാണെന്ത്? റെറ്റിന. അപ്പോൾ സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. സ്ക്ലീറ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോർണിയ. കോർണിയ ട്രാൻസ്പാരൻ്റ് ആണ്. ഔട്ടർ ലെയറാണ് സ്ക്ലീറ, ഇന്നർ ലെയറാണ് റെറ്റിന, മിഡിൽ ലെയറാണ് കോറോയിഡ്. കോറോയിഡിലാണ് ബ്ലഡ് വെസലുകളുള്ളത്. അതുകൊണ്ടത് ഇരുണ്ടിരിക്കും, പ്രകാശത്തിനെ കടത്തിവിടത്തില്ല. അങ്ങനെ ഇരുണ്ടിരിക്കുന്ന ഈ പറയുന്ന കോർണിയയുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെയാണെങ്കിൽ ഒരു ബോൾ പോലത്തെ ഒരു ഭാഗവും ഉണ്ടാകും. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐറിസ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്താണ് മെലാനിൻ എന്ന പിഗ്മെൻ്റ് ഉള്ളത്. അതാണ് നമ്മുടെ കൃഷ്ണമണിയുടെ നിറം തീരുമാനിക്കുന്നത്. നടുക്കത്തെ ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ഈ കോർണിയയുടെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഐലിഡുകൾ വന്ന് നിൽക്കുന്നത്. ഈ ഐലിഡിൻ്റെ അകത്തായിട്ടാണ് എന്തുള്ളത്? നമ്മുടെ കൺജങ്ക്റ്റൈവയും ഇവിടെ വന്നിട്ട് ഐ ലാഷസും ഒക്കെ ഉള്ളത്. ഇനി ഈ പറയുന്ന മസിലുകളുണ്ടല്ലോ, ഇവിടെ നിന്നുള്ള കുറച്ച് ഫൈബറുകൾ പോലത്തെ സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. ആ ഫൈബറിനെ വിളിക്കുന്ന പേരാണെന്ത്? സീലിയറി മസില്. സീലിയറി മസിൽ നടുക്കായിട്ട് ഒരു ലെൻസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത്. കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ചേംബറുണ്ട് അല്ലേ? ഇവിടെ ഒന്നാമത്തെ ഒരു ചേംബറും ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ ഒരു ഹോളും ഉണ്ട്. ഇതിനെ നമ്മൾ അക്വസ് ചേംബർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അക്വസ്
ചേംബർ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? വിട്രിയസ് ചേംബർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അക്വസ് ചേംബർ എന്ന് വിളിക്കും, വിട്രിയസ് ചേംബർ എന്ന് വിളിക്കും. ഇത്രയും ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ഇനി നോക്കാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗം ഉണ്ടല്ലോ, എവിടെയാണ് നമ്മുടെ റെറ്റിനയുടെ ഭാഗം. ഈ റെറ്റിനയുടെ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റെറ്റിനയിൽ 3 ടൈപ്പ് സെല്ലുകളാണുള്ളത്. എത്ര ടൈപ്പ് സെല്ലുകളാണ് ഉള്ളത്? 3 ടൈപ്പ് സെല്ലുകളാണുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെ വൃത്തിയുള്ള ടെക്സ്റ്റ് ബുക്കിൽ പടം വെച്ച് ഞാനത് പറഞ്ഞു തരട്ടെ. അപ്പോൾ നോക്കണം, ഏറ്റവും പുറത്തെ ലെയറാണ് സ്ക്ലീറ. കണ്ടോ, ഈ നിറത്തിൽ ചുറ്റും കവറാവുന്നുണ്ട്. മിഡിൽ ലെയറാണ് കോറോയിഡ്, ഇന്നർ ലെയറാണ് റെറ്റിന. കണ്ടല്ലോ. ഇനി സ്ക്ലീറയുടെ പുറം വശം ഇങ്ങനെ തള്ളി നിൽപ്പുണ്ട്. അതിനെ വിളിക്കുന്ന പേര് കോർണിയ. കോർണിയയുടെ ഇവിടെയായിട്ട് കാണുന്ന ഇതാണ് നമ്മുടെ ഐലിഡ്. അവിടെ നിന്ന് ഐ ലാഷസ്. ഇനി ഈ പറയുന്ന കോറോയിഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതിൻ്റെ പേരാണ് എന്താണ്? ഐറിസ്. ഐറിസിൻ്റെ നടുക്കുള്ള ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് പ്യൂപ്പിള്. ഈ പറയുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ നമ്മുടെ എന്താണ് കോറോയിഡ് തള്ളി നിൽപ്പുണ്ട്. അവിടെ നിന്ന് കുറച്ച് മസിൽ വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് സീലിയറി മസിൽ. സീലിയറി മസിൽ ഇവിടെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒരു ലെൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നോക്കണം, നമ്മുടെ ഈ റെറ്റിന നമ്മൾ എടുക്കുകയാണെങ്കിൽ റെറ്റിനയുടെ ഒരു സെക്ഷൻ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെറ്റിന എന്ന് പറയുന്നതിന് നമ്മൾ കഷ്ണം മുറിച്ചെടുത്ത് സൂം ചെയ്താൽ ഇങ്ങനെ കാണും. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കാണുന്നതാണ് ഫോട്ടോ റിസപ്റ്റർ ലെയർ എന്ന് പറയും. എന്ത് പറയും? ഫോട്ടോ റിസപ്റ്റർ ലെയർ. അതായത് നമ്മളിങ്ങനെ റെറ്റിനയിൽ നിന്നെങ്കിലും ഒരു കഷ്ണം മുറിച്ചെടുത്താൽ ആ റെറ്റിനയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇങ്ങനെ നീണ്ടിരിക്കുന്ന കുറച്ച് സെല്ലുകളുണ്ട്. എല്ലാം ഒരുപോലത്തെ അല്ല, വ്യത്യസ്തമായിട്ടുള്ളതും ഒരുപോലത്തതുമായിട്ടുള്ള കുറേ സെല്ലുകളുണ്ട്. ഇവരാണ് നമ്മൾ ഫോട്ടോ റിസപ്റ്റർ എന്ന് വിളിക്കുന്നത്. ഈ ഫോട്ടോ റിസപ്റ്റർ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് റോഡ് സെല്ല്, മറ്റൊന്ന് കോൺ സെല്ല്. റോഡും ഉണ്ട്, കോണും ഉണ്ട്. വിശദമായിട്ട് നമ്മൾ പഠിക്കും. റോഡും ഉണ്ട്, കോണും ഉണ്ട്. ഈ റോഡിനെയും കോണിനും രണ്ടും ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവിടുന്ന് നമ്മുടെ നെർവുകൾ തമ്മിൽ ചേരുമല്ലോ, സിനാപ്സ്. അതുപോലെ ഇവിടുന്ന് ചേരുന്ന മറ്റൊരു ഭാഗമുണ്ട്, മറ്റൊരു ലെയറുണ്ട്. എന്തുകൊണ്ട്? മറ്റൊരു ലെയറുണ്ട്. ഈ ലെയറിൻ്റെ പേരാണ് ബൈപോളാർ ലെയർ. എന്താണ്? ബൈപോളാർ ലെയർ. അപ്പോൾ റെറ്റിനയുടെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രത്യേകതരം സെല്ലുകളുണ്ട്. നമ്മളതിന് വേറെ പേരൊക്കെ പറഞ്ഞു വിളിക്കും. നമ്മൾ തൽക്കാലം അത് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ കോർണിയ അറിയാമല്ലോ നിങ്ങൾക്ക് എന്താണ്? ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ ട്രാൻസ്പാരൻ്റ് കോർണിയ ഈ പ്രകാശത്തിനെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് കടത്തിവിടും. ഈ പ്രകാശത്തിനെ നേരെ എങ്ങോട്ട് ഫോക്കസ് ചെയ്യും? നമ്മുടെ റെറ്റിനയിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ റെറ്റിനയിൽ സത്യം പറഞ്ഞാൽ ലൈറ്റ് വന്ന് എവിടെ തട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? റെറ്റിനയിൽ ലൈറ്റ് നേരെ വന്ന് തട്ടുന്നത്, മൗസിൻ്റെ പോയിൻ്റർ അവിടെ പോയി. റെറ്റിനയിൽ ലൈറ്റ് നേരെ വന്ന് തട്ടുന്നത് എവിടെയാണെന്നറിയാവോ? നേരെ വന്ന് തട്ടുന്നത് ഈ പറയുന്ന ഫോട്ടോ റിസപ്റ്ററിലായിരിക്കും. എവിടെയായിരിക്കും? ഫോട്ടോ റിസപ്റ്റർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഗാംഗ്ലിയോൺ ലെയറും ബൈപോളർ അതിൻ്റെ മുകളിലുള്ളതല്ലേ? മുകളിലുണ്ടെങ്കിലും ലൈറ്റിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കാണുള്ളത്? ഫോട്ടോ റിസപ്റ്റേഴ്സിനാണ് ഉള്ളത്. അപ്പോൾ നേരെ ഫോട്ടോ റിസപ്റ്റേഴ്സിലോട്ട് പോകും. അവിടെ റോഡും ഉണ്ട്, കോണും ഉണ്ട്. നിങ്ങൾ റോഡെന്ന് എഴുതുമ്പോൾ രാത്രി കാണുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് കാണുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. റോഡെന്ന് വെച്ചാൽ റോഡ് എന്ന് പറയുമ്പോൾ കറുത്ത ടാർ ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ അല്ലെങ്കിൽ ഡിം ലൈറ്റ് വിഷൻ കാണിക്കുന്നതാണ് റോഡ് സെല്ല്. കോണെന്ന് പറയുമ്പോൾ കളർഫുൾ അല്ലേ, C4 കളർ വിഷൻ തരുന്നതാണ് ഒരു കോൺ സെല്ല്. അപ്പോൾ നമ്മളെ ലൈറ്റ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇമ്പൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് പിന്നെ നോക്കാതെ. അപ്പോൾ ലൈറ്റ് വന്ന് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇമ്പൾസ് ബ്രെയിനിൽ പോകണ്ടേ? ബ്രെയിനിൽ ഏത് വഴിയാണ് പോകുന്നത്? ഈ ഒപ്റ്റിക് നെർവ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ റോഡും കോണും ഉണ്ട്. അതിനുമായിട്ട് കണക്ട് ചെയ്ത് ആരുണ്ട്? ബൈപോളാറുണ്ട്. അതിൻ്റെ മുന്നിലായിട്ടാണ് ആരുള്ളത്? ഗാംഗ്ലിയോൺ സെൽ ലെയർ ഉള്ളത്. ആരുള്ളത്? ഗാംഗ്ലിയോൺ സെൽ ലെയർ ഉള്ളത്. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഗാംഗ്ലിയോൺ സെൽ ലെയർ ഉണ്ട്. എന്തുകൊണ്ട്? ഗാംഗ്ലിയോൺ സെൽ ലെയർ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നല്ലേ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് ഇങ്ങനെയുള്ള റെറ്റിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഇങ്ങനെ റെറ്റിനെ നമ്മളൊരു സെക്ഷൻ എടുത്ത് മാറ്റിയപ്പോൾ ആ സെക്ഷനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും അടിവശത്തായിട്ട് ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു കുറേ സെല്ലുകളുണ്ട്. അതിനെയാണ് റോഡ് സെല്ലെന്നും കോൺ സെല്ലെന്നും കോണ് മാത്രമായിട്ട് റോഡ് മാത്രമായിട്ടും ഇങ്ങനെ ഈവൻലി റാൻഡമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ലെയർ. ഇവരെയാണ് നമ്മൾ ഫോട്ടോ റിസപ്റ്റർ ലെയർ എന്ന് വിളിക്കുന്നത്. അതിലാരൊക്കെയുണ്ട്? റോഡ് സെല്ലും ഉണ്ട്, കോൺ സെല്ലും ഉണ്ട്. റോഡ് എന്ന് പറയുമ്പോൾ ഡിം ലൈറ്റ് കാണുന്നു, കറുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ തരുന്നു. സി എന്ന് പറയുമ്പോൾ കളർഫുൾ വിഷനും തരുന്നു. സെറ്റ്. ഇനി ഇവിടുന്ന് സിഗ്നൽ ഉണ്ടായില്ല, ഇമ്പൾസ് ഉണ്ടായില്ല, അത് ബ്രെയിനിൽ പോകണ്ടേ? അപ്പോൾ ബ്രെയിനിൽ പോകാനായിട്ട് ഇവിടെ ആരുണ്ട്? ഇവിടെയായിട്ട് കുറേ സെല്ലുകളുണ്ട്. ഇതിനാണ് ബൈപോളാർ ലെയർ എന്ന് വിളിക്കുന്നത്. ബൈപോളാർ ഓണും ഉണ്ട്, ബൈപോളാർ ഓഫും ഉണ്ട്.
രണ്ടെണ്ണം ഉണ്ട്. ബൈ പോളാർ ലെയർ. ഇതിൽ ബൈപോളാർ ഓണും ഉണ്ട്, ബൈപോളാർ ഓഫും ഉണ്ട്. നല്ല പ്രകാശം വരുമ്പോൾ ബൈപോളാർ ഓണും, പ്രകാശം കുറയുമ്പോൾ ബൈപോളാർ ഓഫും വർക്കാവും. അത്രയും അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയണ്ട. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നെർവിലോട്ട് പോകണ്ടേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഗാംഗ്ലിയോൺ സെല്ല് വരും. എന്ത് വരും? ഗാംഗ്ലിയോൺ സെല്ല് വരും. എന്ന് വെച്ചാൽ ഇത് ഇവിടെ കണ്ണിൻ്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന ഈ ഗാംഗ്ലിയോൺ സെല്ലുകളെല്ലാം കൂടെ ഇങ്ങനെ വന്ന് കൂടിച്ചേർന്നാണ് എങ്ങോട്ട് പോകുന്നത്? ഈ ഒപ്റ്റിക് നെർവിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ഗാംഗ്ലിയോൺ സെല്ലുകളും ചേർന്ന് അതൊരു ഫൈബറായിട്ട് എങ്ങോട്ട് പോകും? ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലോട്ട് പോകും. എങ്ങോട്ട് പോകും? ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലോട്ട് പോകും. അപ്പോൾ പ്രകാശം വന്ന് എവിടെ വീഴുന്നു? ഫോട്ടോ റിസപ്റ്ററിൽ വീഴുന്നു. ഫോട്ടോ റിസപ്റ്ററിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ബൈപോളാറിലോട്ട് പോകുന്നു. ബൈപോളാറിൽ നിന്ന് ഗാംഗ്ലിയോൺ ലെയറിൽ പോകുന്നു. ആ ഗാംഗ്ലിയോൺ ലെയറാണ് വയറായിട്ട് വന്ന് എവിടെ ചെന്ന് ചേരുന്നത്? ദാ ഈ പറയുന്ന ഒപ്റ്റിക് നെർവിൽ വന്ന് ചേരുന്ന ഈ ഒപ്റ്റിക് നെർവ് മുകളിലോട്ട് പോകും. സെറ്റല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി 2 പോയിന്റുകൾ കൂടിയാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. ഒന്ന് ദാ ഈ കാണുന്ന യെല്ലോ സ്പോട്ട്, മെക്യൂല. പിന്നെ കാണുന്നതാണ് ബ്ലൈൻഡ് സ്പോട്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ണിന് കറക്റ്റ് നേരെയായിട്ട് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ കോൺ സെല്ലുകളുണ്ട്. എന്തുകൊണ്ട്? കോൺ സെല്ലുകളുണ്ട്. അപ്പോൾ കളർഫുൾ വിഷൻ ഏറ്റവും സൂപ്പറായിട്ട് കിട്ടുന്നത് ഈ സ്ഥലത്ത് ലൈറ്റ് വീഴുമ്പോഴാണ്. അതിനെയാണ് നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല? ഇവിടെ റോഡ് സെല്ലും കോൺ സെല്ലും ഇല്ല. എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് പ്രകാശം വന്ന് വീണാലും ആ പ്രകാശം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കാഴ്ച കിട്ടാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കും. അപ്പോൾ പ്രകാശം നേരെ വന്ന് വീഴുന്ന റെറ്റിനയുടെ ഭാഗത്ത് കോൺ സെല്ല് കൂടുതലുണ്ട്, അതിന് നമ്മൾ യെല്ലോ സ്പോട്ട് എന്നും. ഇവിടുന്ന് ഒപ്റ്റിക് നെർവ് പോകുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല? ഇവിടെ റോഡ് സെല്ലും കോൺ സെല്ലും അധികം ഇല്ല. ഇതിന് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കും. ഇതാണ് ഒരു കണ്ണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഒന്നുകൂടി നോക്കടാ, ഒന്നുകൂടി പറയണോ എന്താ സംഭവം? നമ്മുടെ കണ്ണ് ഞാൻ ഒന്ന് റഫായിട്ട് ഒന്നുകൂടി പറയുകയാണേ, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ലെയർ എന്താണത്? സ്ക്ലീറ. അടുത്ത ലെയർ കോറോയിഡ്. കോറോയിഡ് ഫുള്ളില്ല, കോറോയിഡ് നടുക്ക് വന്ന് കട്ടാവും. ഏറ്റവും ഇന്നർ ലെയർ റെറ്റിന. ഏതാണ്? റെറ്റിന ഇവിടെ വരെയേ ഉള്ളൂ, ഫുള്ളില്ല. ഓക്കെ. സ്ക്ലീറയുടെ മുൻവശം തള്ളി നിൽക്കുന്നു, അതിനെ വിളിക്കുന്ന പേര് കോർണിയ. കോറോയിഡിൻ്റെ ഈ വശം വന്ന് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നു, അതിൻ്റെ പേര് ഐറിസ്. നടുക്കുള്ള ഹോളിൻ്റെ പേര് പ്യൂപ്പിള്. ഇതേ സ്ക്ലീറയുടെ ഒരു ഭാഗം ഇങ്ങോട്ട് മാറി നിൽക്കുന്നു, അതിൻ്റെ പേരാണ് സീലിയറി മസിൽ. സീലിയറി മസിലിൽ നിന്ന് വരുന്ന ഫൈബറുകൾ ഒരു ലെൻസിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ശരി, ഇനി കാഴ്ച തരുന്നത് ആരാണ്? ഈ സ്ക്ലീറ എന്ന് പറയുന്ന ഔട്ടർ ലെയറാണ്, കോറോയിഡ് എന്ന് പറയുന്ന ഇന്നർ ലെയറാണ്, റെറ്റിന എന്ന് പറയുന്ന മിഡിൽ ലെയർ, ഇന്നർ ലെയറാണ്. ഈ റെറ്റിനയിലാണ് വിഷൻ നടക്കുന്നത്. ഈ റെറ്റിനയിലാണ് ഫോട്ടോ റിസപ്റ്ററുകൾ ഉള്ളത്. റെറ്റിനയുടെ ഏറ്റവും പുറകു വശത്താണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത്. 2 ടൈപ്പ് ഉണ്ട്, റോഡും കോണും. റോഡ് ഇരുട്ടാണ്, റോഡ് ഡൈം ലൈറ്റ് തരും. കളർഫുൾ സി, കോണ് കളർ വിഷൻ തരും. ആ പറയുന്ന ലെയറിൽ നിന്നും തൊട്ടിപ്പുറത്തോട്ട് നെർവിലോട്ട് ഇമ്പൾസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബൈപോളാർ ലെയർ ഉണ്ട്. ബൈപോളാർ ഓണും ഉണ്ട്, ബൈപോളാർ ഓഫും ഉണ്ട്. ഓണ് ബ്രൈറ്റ് ലൈറ്റ് വർക്ക് ചെയ്യും, ഓഫ് ഡിം ലൈറ്റ് വർക്ക് ചെയ്യും. ഇവിടുന്ന് ഈ പറയുന്ന ഒപ്റ്റിക് നെർവിലോട്ട് കണക്ഷൻ കൊണ്ടുപോകുന്ന കണക്ഷൻ്റെ പേരാണ് ഗാംഗ്ലിയോൺ ലെയർ എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് ഗാംഗ്ലിയോൺസ് കണക്റ്റ് ആവും. ആ ഗാംഗ്ലിയോൺസ് വന്ന് ഇങ്ങനെ കൂടി ചേർന്ന് ഒപ്റ്റിക് നെർവിൽ കൂടെ പോകും. ആ ഒപ്റ്റിക് നെർവ് പോകുന്ന സ്ഥലത്ത് കാണാൻ പറ്റത്തില്ല, അതിനെ ബ്ലൈൻഡ് സ്പോട്ട് എന്നും ഈ നേരെ വരുന്ന ഭാഗത്തിന് നമ്മൾ യെല്ലോ സ്പോട്ട് എന്നും വിളിക്കും. തീർന്നു. ഇത്രയേ ഉള്ളൂ കണ്ണിൻ്റെ സ്ട്രക്ചർ. ഇതാ കണ്ടോ, കണ്ണിന് എത്ര ലെയറുണ്ട്? 3 ലെയറുണ്ട്. ഏതൊക്കെയാണ്? സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. നോക്കിക്കോ, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എല്ലാ പോയിന്റും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കിട്ടും നിങ്ങൾക്ക്. ഒന്നാമത്തെ ലെയർ സ്ക്ലീറ. ഞാൻ പറഞ്ഞു ഔട്ടർ ലെയർ അറിയാലോ, എന്തായിരിക്കും ജോലി? പ്രൊട്ടക്ഷൻ. ഔട്ടർ ലെയർ എപ്പോഴും പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ. അതിൻ്റെ അസോസിയേറ്റഡ് പാർട്ടാണ് കോർണിയ. മുമ്പോട്ട് ആ തള്ളി നിൽക്കുന്ന ഭാഗം, ട്രാൻസ്പാരൻ്റ് ഭാഗമാണ്, ലൈറ്റിനെ എൻ്റർ ചെയ്യും. പഠിച്ചു. കോറോയിഡ് എന്ന് വെച്ചാൽ മിഡിൽ ലെയർ, രക്തഓട്ടം ഉള്ളതാണ്. അപ്പോൾ ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന കോറോയിഡാണ്. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പുറത്തൊഴുകി തള്ളി നിൽക്കുന്ന സീലിയറി മസിൽ എന്ത് ചെയ്യും? കണ്ണിൻ്റെ ലെൻസിൻ്റെ കർവേച്ചറിനെ അറേഞ്ച് ചെയ്യും. നമ്മൾ ഫിസിക്സ് പഠിച്ചു. അതിൻ്റെ 2 ഭാഗങ്ങൾ ഇങ്ങനെ തള്ളി നിൽക്കും. ഐറിസ് അല്ലേ? 2 ടൈപ്സ് ഓഫ് മസിലാണ് ഈ പറയുന്ന ഐറിസിലുള്ളത്. അതാണ് നമ്മുടെ പ്യൂപ്പിൾ, നടുക്കുള്ള ഓട്ടയാണ് പ്യൂപ്പിൾ, അതിൻ്റെ വലിപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിലാണ് മെലാനിൻ കാണുന്നത്, കണ്ണിൻ്റെ നിറം തീരുമാനിക്കുന്നത്. ഓക്കെ, മെലാനിനാണ് ഈ പറയുന്ന ഐറിസിന് നിറം തരുന്നത്. അതുപോലെ അൾട്രാ വയലറ്റിനെ അബ്സോർവ് ചെയ്യും, എമൗണ്ട് ഓഫ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യും. അതിൽ നിന്ന് വരുന്നതാണ് കോൺവെക്സ് ലെൻസ്. അതെപ്പോഴും ഒരു സ്മോൾ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യും. സെറ്റല്ലേ? ഓർമ്മ കിട്ടിയോ? റെറ്റിന അഥവാ ഇന്നർ ലെയർ, ഇതിനകത്താണ് ഫോട്ടോ റിസപ്റ്ററുകളുള്ളത്. ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെയാണ്. ഫോട്ടോ റിസപ്റ്റർ ലെയറുകൾ 2 സെല്ലുണ്ട്, റോഡും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്?
റോഡ് സെല്ല് എന്ത് റെക്കഗ്നൈസ് ചെയ്യും? ഡിം ലൈറ്റിൽ കാണും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കോൺ സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കളർ വിഷനാണ്, കളർ കാണാൻ സഹായിക്കും. അതിൻ്റെ തൊട്ട് ഭാഗത്ത് വരുന്ന ബൈപോളാർ ലെയർ ഉണ്ട്. എന്ത് പറ്റും? ഇമ്പൾസിനെ ഫോട്ടോ റിസപ്റ്ററിൽ നിന്ന് ഗാംഗ്ലിയോണിലോട്ട് കൊണ്ടുപോകും. ഇതാ കണ്ടോ 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 കണ്ടോ, ഇതാണ് ഫോട്ടോ റിസപ്റ്റർ, ഇതാണ് ബൈപോളാർ, ഇതാണ് ഗാംഗ്ലിയോൺ. ഇവിടുന്ന് ഇങ്ങനെയാണ് മെസ്സേജ് പോകുന്നതെന്നുള്ള ഓർമ്മ വേണം. താഴെ നിന്ന് മുകളിലോട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. തിരിച്ചും ട്രാൻസ്മിറ്റ് ചെയ്യാം ആവശ്യമുള്ളപ്പം. ലാസ്റ്റ് നോക്കിക്കോ. ഇനി ഗാംഗ്ലിയോൺ ലെയറിൻ്റെ ജോലി എന്താ? ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസസ് ഫ്രം ബൈപോളാർ. ബൈപോളാറിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകും? ഒപ്റ്റിക് നെർവിലോട്ട് കൊണ്ടുപോകും. ബൈപോളാറിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകും? ഒപ്റ്റിക് നെർവിലോട്ട് കൊണ്ടുപോകും. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് മെസ്സേജ് പോകുന്നത്. കണ്ടോ? ഈ ഒരു ഭാഗത്തിനെ കട്ട് ചെയ്ത് വരച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് നേരെ പോയിട്ട് ഒപ്റ്റിക് നെർവ് വഴി എങ്ങോട്ട്? ബ്രെയിനിലോട്ട്. ഒപ്റ്റിക് നെർവ് വഴി എങ്ങോട്ട്? ബ്രെയിനിലോട്ട്. സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഇതാ കണ്ടു, ബൈപോളാർ 2 എണ്ണം ഉണ്ട്, ബൈപോളാർ ഓണും ഉണ്ട്, ബൈപോളാർ ഓഫും ഉണ്ട്. പഠിച്ചു. അടുത്ത് ബ്ലൈൻഡ് സ്പോട്ടും യെല്ലോ സ്പോട്ടും പഠിച്ചില്ലേ? എന്താണ്? ദെയർ ആർ നോ റിസപ്റ്റേഴ്സ് ഇൻ ദ റെറ്റിന വെയർ ദ ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ്. ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇവിടെ ഒന്നുമില്ല. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലൈൻഡ് സ്പോട്ട്. അതിന് വിളിക്കുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. യെല്ലോ സ്പോട്ട് എന്ന് വെച്ചാൽ നേരെ വരുന്ന ഈ ഒരു പോയിന്റ് എന്താണ്? ഇവിടെയാണ് കോൺസെല്ല് കൂടുതലായിട്ട് കാണുന്നത്. അതാണ് യെല്ലോ സ്പോട്ട്. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേര് അക്വസ് ചേംബർ. അതിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ പേര് അക്വസ് ഹ്യൂമർ. ഈ ചേംബറിനെ വിളിക്കുന്ന പേര് വിട്രിയസ് ചേംബർ. അതിൽ കാണുന്ന ഫ്ലൂയിഡാണ് വിട്രിയസ് ഹ്യൂമർ. അത് നമുക്ക് പിന്നെ നോക്കാം. ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഐ ചേംബർ നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ദ ലെയർ ഓഫ് ഐയുടെ ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് വരയ്ക്കാൻ നിങ്ങൾ പറഞ്ഞാൽ ദാ ഇങ്ങനെ നോക്കിക്കോ. സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യും, സ്ക്ലീറ പ്രൊട്ടക്റ്റ് ചെയ്യും, കോറോയിഡ് ബ്ലഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യും. ഫില്ല് ചെയ്യാമല്ലോ. തീർന്നില്ലേ? സൂപ്പർ അല്ലേ? സെറ്റ് അല്ലേ? നമ്മൾ പഠിച്ചില്ലേ ആണിൻ്റെ സ്ട്രക്ചറിന്? ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾ പറയത്തില്ലേ? അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.